ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മന്ത്ര സാരി ഡ്രേപ്പിംഗ് സ്റ്റുഡിയോ. ഇന്ന് നമുക്ക് സാരി എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉടുക്കാം എന്ന് നോക്കാം. ഞാൻ ഒത്തിരി വീഡിയോസ് ഇതേ സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഡൗട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ടൊന്ന് ഉടുപ്പിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സാരി ടക്കിങ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇതുപോലൊരു കെട്ട് കൊടുക്കുക. അതിനുശേഷം വലതുവശത്തായിട്ട് ടക്കിങ് ചെയ്യുക. ഈ ടക്കിങ് ചെയ്യുന്ന ഓരോ പോർഷനും കറക്റ്റ് ഈ രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്താൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു വലിഞ്ഞ് ഈ രീതിയിലൊന്നും ടക്കിങ് ചെയ്യാതിരിക്കുക. കറക്റ്റായിട്ട് ഒരു നീറ്റായിട്ട് തന്നെ ടക്കിങ് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. സെക്കൻഡ് റൗണ്ട് ചുറ്റിയെടുക്കുന്നത് മുന്താണിയുടെ പോർഷൻ വേണ്ടിയിട്ടാണ്. മുന്താണി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇങ്ങനെ എടുത്ത ശേഷം മുന്താണി ഇതുപോലെ പ്ലീറ്റ് ചെയ്ത് എടുക്കാൻ ആഗ്രഹമുള്ളവർ പ്ലീറ്റ് ചെയ്തെടുക്കുക. മുന്താണി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര ലെയറിൽ വേണമെങ്കിലും പിൻ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഞാൻ എടുത്തതുപോലെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത ശേഷം പ്ലീറ്റ് ചെയ്ത് അയൺ ചെയ്ത് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. ഇപ്പം ഞാനിവിടെ പിൻ ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് മാറ്റിയിട്ടാണ് പിൻ ചെയ്തത്. അടുത്ത് നമ്മൾ ഈ ഫസ്റ്റ് ലെയർ ഇങ്ങനെ എടുത്ത ശേഷം ഈ ഒരു പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് ലെയർ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം ഇത് സാരി നമ്മുടെ വലതുവശത്തേക്ക് കയറ്റിയിട്ട് വേണം പിൻ ചെയ്യാൻ. ഈ വശത്തേക്ക് കയറ്റിയിട്ട് സ്കേർട്ട്, ഞാനിപ്പോൾ ഇത് ടോപ്പാണ് ഇട്ടിരിക്കുന്നത്, ഇത് സ്കേർട്ടാണെങ്കിൽ സ്കേർട്ടിന് പുറകിൽ നിന്ന് കുറച്ച് വലിച്ച ശേഷം ഈ സ്കേർട്ടും ഈ പോർഷനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത ശേഷം അവിടെ ഒരു പിന്നുകൊണ്ട് ഫിക്സ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗത്ത് ലെയർ എടുക്കണം. ലെയർ ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ലെയർ ഇവിടെ ഓൾറെഡി ഫോം ചെയ്യും. അത് നമുക്ക് ഇതുപോലെ കൈകൊണ്ടെടുക്കാം. ഒന്ന് ടൈറ്റ് ചെയ്ത് ഈ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കുറച്ച് ലെയേഴ്സ് ഇവിടെ കിട്ടും. കണ്ടോ, ഇതൊരു സിന്തറ്റിക് മെറ്റീരിയലായിട്ട് കുറച്ച് അധികം കിട്ടും. കോട്ടൺ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ ലെയർ കൈകൊണ്ട് എടുത്ത് വച്ച ശേഷം നമ്മൾ ഒരുമിച്ച് പിടിക്കുക. കിട്ടിയ ലെയേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഈ വലതുവശത്ത് നമ്മൾ നേരത്തെ പിൻ ചെയ്ത ആ ഭാഗത്ത് തന്നെ ഒന്നുകൂടെ പിൻ ചെയ്യുക. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ലോവർ പ്ലീറ്റ് എങ്ങനെ എടുക്കാം എന്ന് നോക്കാം. ലോവർ പ്ലീറ്റ് ഇത്രയും ഒരു പോർഷൻ, അതായത് നടുവിരലും ഈ തള്ളവിരലും കൂടെ ചേരുന്ന അത്രയും ഒരു ഡിസ്റ്റൻസ് വിട്ട ശേഷം അവിടെ അത് പിടിക്കുക. അതിനുശേഷം ഇതുപോലെ പ്ലീറ്റ് എടുക്കുക. ഇതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് തന്നെ ഈ പൊസിഷൻ, അതായത് ഈ ബോർഡർ, ഈ ഇത്രയും പൊസിഷൻ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചില സാരികളിൽ പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കാറുണ്ട്. അതായത് ഈ ലാസ്റ്റ് ലെയർ ഇതുപോലെ വലിഞ്ഞ് നിൽക്കുന്നത് കാണാം. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലീറ്റ് എടുത്ത ശേഷം ഇതിൻ്റെ ലാസ്റ്റ് പ്ലീറ്റ് ഒന്ന് വിട്ടിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്നാക്കുക. കണ്ടോ, ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ ലാസ്റ്റ് പ്ലീറ്റും ബാക്കിയുള്ള എല്ലാ പ്ലീറ്റുകളും ഒരുമിച്ച് തന്നെ
ഈ അവസാനത്തെ പ്ലേറ്റ് എല്ലാം കൂടെ ഒറ്റ പ്ലേറ്റ് ആക്കിയതിന് ശേഷം, അതായത് ഈ ലെയർ ഒറ്റ പ്ലേറ്റ് ആക്കി എടുത്ത ശേഷം, അപ്പോൾ നമുക്ക് ഇവിടെ എക്സസ് ആയിട്ട് ടക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒന്നും വരത്തില്ല. നമ്മളിങ്ങനെ എടുത്ത ശേഷം ഇതൊന്ന് പിൻ ചെയ്യുക. അതായത് പിൻ ചെയ്യേണ്ടത് ഓരോ പ്ലേറ്റും ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം പിൻ ചെയ്യാൻ. ഏകദേശം ഇതുപോലെ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ കരുതുന്നു. ഇങ്ങനെ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത ശേഷം ഇതിൻ്റെ അകത്തായിട്ട് ഒരു പിൻ കൊടുക്കാം. ഇപ്പം ഞാനിതിന് പിൻ ചെയ്തിട്ട് ഇത് ഒന്നുകൂടെ ഇതുപോലെ അറേഞ്ച് ചെയ്ത ശേഷം ബെല്ലി ബട്ടൻ്റെ വലതുവശത്തായിട്ടോ അല്ലെങ്കിൽ നേർവശത്തായിട്ടോ നേരെ താഴെയായിട്ടോ ടക്കിങ് ചെയ്യാം. ഇതുപോലെ ടക്കിങ് ചെയ്യാം. അപ്പോൾ സാധാരണ നമുക്ക് ഇവിടെ ഒരുപാട് തുണി ഇതുപോലെ ടക്കിങ് ചെയ്യാൻ ഉണ്ടാവും. അതായത് എക്സസ് ആയിട്ട് കുറച്ചധികം തുണി ഉണ്ടാവും. അത് ഒഴിവാക്കാനും കൂടെയാണ് ഈ ലാസ്റ്റിലെ 2 പ്ലേറ്റ് ഒറ്റയായിട്ട് എടുക്കുക. നമുക്ക് ചിലപ്പോൾ ഇത് ഞൊറിവ് എടുത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയെന്നിരിക്കും. കറക്റ്റായിട്ട് കിട്ടാത്ത അവസരങ്ങളിലാണ് അവസാനത്തെ പ്ലേറ്റ് ഒന്നായിട്ട് എടുക്കാൻ പറയുന്നത്. അപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയ ശേഷം നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇവിടെ ഒരു പിൻ കൊടുക്കാം, അല്ലെങ്കിൽ ഈ പോർഷൻ ഇത്രയും മാറ്റിയിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് പിൻ കൊടുക്കാം. കാരണം അപ്പോൾ ഈ ലെയറും ഇതിന് ഉള്ളിലേക്ക് പോയിരിക്കുന്ന ഈ പോർഷൻ്റെ അകത്തുള്ള ലെയറും കൂടെ ചേർത്തിട്ടാണ് പിൻ ചെയ്യേണ്ടത്. ഇത് വിട്ട് കഴിഞ്ഞാൽ ഇത് ഇളകത്തില്ല, ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. എന്നാൽ പിന്ന് വെച്ചതായിട്ട് ഫീൽ ചെയ്യത്തുമില്ല. അത് പിൻ ഹൈഡ് ചെയ്യാനും കൂടെയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ അപ്പർ പ്ലേറ്റ് ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാം. അപ്പർ പ്ലേറ്റ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഫസ്റ്റ് ബോർഡറും ഈ ലാസ്റ്റ് ബോർഡറും മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം. ബാക്കി ഈ പോർഷൻ, അതായത് ഈ കുഞ്ഞു ബോർഡേഴ്സ് എല്ലാം ഈ ഒരു പോർഷൻ അകത്ത് തന്നെ നിർത്താൻ നോക്കണം. അതായത് നമുക്ക് വേണ്ടത് ഈ അപ്പർ പ്ലേറ്റും, അതായത് അപ്പർ ലെയറും ഇവിടുത്തെ ഈ ലെയറുമാണ് നമുക്ക് മെയിനായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ടത്. ബാക്കിയുള്ള കുഞ്ഞു ലെയേഴ്സ് എല്ലാം ഈ ഒരു പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. ഈ ഭാഗമൊക്കെ ഒന്ന് അടുക്കി വച്ച ശേഷം ഇനി നമുക്ക് വേണ്ടത്, ഇനി എല്ലാവരുടെയും ഡൗട്ട് എന്ന് പറയുന്നത് ഈ സൈഡ്, അതായത് ഈ പോർഷൻ ഹൈഡ് ചെയ്യണം. ഈ പോർഷൻ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഈ പിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ പോർഷൻ ഇങ്ങനെ വലിക്കുമ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ പ്ലീറ്റും മാറിയിട്ട് ഇതിന് ഒരു ഷേപ്പ്ലെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മൾ ഈ ലെയർ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് കുത്തുന്ന സമയത്ത് കണ്ടോ ഈ രീതിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഈ അപ്പർ പോർഷൻ്റെ എല്ലാ ഭംഗിയും പോവും, അതിൻ്റെ ഷേപ്പ് പോവും, നിങ്ങളുടെ ബോഡിയുടെ ഷേപ്പ് മാറും. അതുകൊണ്ട് ഇത് നോർമലി ഇങ്ങനെ അടുക്കി വച്ച ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു പോർഷൻ മാറ്റിയിട്ട് ഈ പോർഷനിലായിട്ട് നമുക്കൊരു പിൻ കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ സൈഡിലെ ഈ വയറിൻ്റെ ഭാഗം മറയ്ക്കുകയാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. സാധാരണ കോട്ടൺ സാരികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ് എടുത്ത് തരാൻ ആരുമില്ല. ജസ്റ്റ് ആരെങ്കിലും ഒന്ന് പ്ലീറ്റ് എടുത്തെന്നാൽ ചിലപ്പോൾ അത് നീറ്റായിട്ട് കിടന്നിരിക്കും. പക്ഷേ പ്ലീറ്റ് എടുത്ത് തരാൻ ഇല്ലാത്ത അവസരങ്ങളിൽ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ പ്ലീറ്റ് ഇങ്ങനെ പിടിച്ച് വീണ്ടും അടുത്തൊരു പ്ലീറ്റ്, വീണ്ടും അവസാനത്തെ പോർഷൻ. ഇങ്ങനെ എടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വിടുമ്പോൾ കണ്ടോ കുറച്ചുകൂടെ നീറ്റായില്ലേ. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യാൻ കഴിയാത്തവർ ഈ പ്ലേറ്റ് നമ്മുടെ അളവിനനുസരിച്ചിട്ട് ലോവർ പ്ലേറ്റ് എത്ര പോർഷൻ വേണമെന്ന് നോക്കിയതിന് ശേഷം ലോവർ പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് അയൺ ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇതുകൊണ്ട് താഴെ അറ്റം വരെ ഇതുപോലെ പ്ലേറ്റ് എടുത്ത് വച്ച് മേശയിൽ വിരിച്ച ശേഷം
അതിനെ അയൺ ചെയ്ത് വിടുക. പിന്നെ വിരിച്ചിട്ട് പ്ലീറ്റ് വയ്ക്കുന്നത് ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം പ്ലീറ്റ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ ഉടുക്കുന്ന സമയത്തും അതേ പൊസിഷനിൽ കിട്ടത്തുള്ളൂ. അതുപോലെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു പിൻ ചെയ്തു. ഇനി നമ്മളിങ്ങനെ കുനിയുന്ന സമയത്ത് ഇത് കണ്ടോ, ഇതിങ്ങനെ ഇറങ്ങി ഈ പോർഷൻ ഒന്ന് ഇറങ്ങി വരും. നമ്മൾ വീണ്ടും ഇത് പിടിച്ച് പുറകിലേക്ക് ഇടും. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബാക്ക് പ്ലീറ്റ് ഒന്നുകൂടെ അടുക്കി വെച്ച ശേഷം നമുക്കിത് ഈ പോർഷനിലായിട്ട് ഒന്നുകൂടെ അടുക്കി വെച്ച ശേഷം ഈ പോർഷനിലായിട്ട് ഒരു പിന്നൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുനിഞ്ഞാലും ഈ പോർഷൻ ഫ്രണ്ടിലേക്ക് വരത്തില്ല. അപ്പോൾ ഈ സാരി ഉടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലാസ് എടുക്കാൻ പോയവരും ഇതുപോലെ കുറച്ച് ഒന്ന് ഈ അപ്പർ പ്ലീറ്റാണ് മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പർ പ്ലീറ്റ് എങ്ങനെയാണ് പ്ലീറ്റ് എടുത്ത് ശരിയായിട്ട് ഫിക്സ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സും ഈ പോർഷൻ ഹൈഡ് ചെയ്യുന്നത്, അതായത് ബ്രസ്റ്റ് പോർഷൻ ഹൈഡ് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ അപ്പർ പോർഷനിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലീറ്റുമാണ്. ഈ പ്ലീറ്റ് ഇത് രണ്ടും ഹൈലൈറ്റ് ആയിട്ട് തന്നെ കാണിക്കണം. ഇതിനകത്ത് വേണം ഈ കുഞ്ഞു പ്ലീറ്റുകൾ അടുങ്ങി നിൽക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുക. അതുപോലെ തന്നെ ഈ ലെയർ ഈ ഒരു പൊസിഷനിൽ തന്നെ നിർത്താൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാനിപ്പോൾ ഇതേ ഇത്രയും കയറ്റി ഇവിടുത്തെ ഈ ലെയറൊക്കെ ഒന്ന് വലിച്ചു കുത്തി. ഇപ്പോൾ കാണാൻ ഒരു വൃത്തിയുമില്ല, കുറേ ഏജ് കുറച്ചുകൂടെ തോന്നിക്കുന്നുമുണ്ട് അല്ലേ. പകരം ഞാൻ ഈ പ്ലീറ്റ് ഒന്ന് താഴ്ത്തി ഈ ലെയറൊക്കെ ഒന്ന് ശരിയായ പൊസിഷനിൽ തന്നെ നിർത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് ഏജ് കുറച്ച് കുറഞ്ഞെന്നിരിക്കും. അപ്പോൾ കാണാനൊരു നീറ്റ്നെസ് ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഉടുക്കാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ ഈ സാരിയിലെ ബോർഡർ കുറച്ചേ ഉള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവുമായിരുന്നു. ഈ ഭാഗം ബോർഡർലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാരി ഡ്രൈപ്പിംഗ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.